വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്താലും വെറും കളിപ്പാവയായി UDF-ൽ തുടരും. വി ഡി ക്യാബിനറ്റ് ഒരു നാമമാത്രമായി അവശേഷിക്കും ദിവസങ്ങൾക്കുള്ളിലെന്ന് മുഖ്യധാര രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത് എന്തുകൊണ്ടാ? സതീശൻ CM ആയി മാറുമ്പോ എന്തുമാത്രം വലിയ ബാലികേറ മലയാണ് കടന്നു കഴിഞ്ഞു വന്നത്. KC, RC, VD ഈ മൂന്ന് ത്രയങ്ങളിൽ കിടന്ന് കോൺഗ്രസ് രാഷ്ട്രീയം വട്ടം ചുറ്റി. സാക്ഷാൽ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പോലും ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാത്തത് വലിയ ആരോപണമായി ചർച്ചയാക്കി മാറ്റുന്നതും ഈ ദേശീയ രാഷ്ട്രീയം പോലും കണ്ടതാണ്. അത്രമേൽ വലിയ വടംവലിയിലൂടെ ഇപ്പോഴും രമേശിന്റെയും KCയുടെയും ബോഡി ലാംഗ്വേജ് കണ്ടാൽ 100% അറിയാം മനസ്സില്ലാ മനസ്സോടെയാണ് കിട്ടുന്നതെല്ലാം വാരിക്കൂട്ടി ഇനി എന്തെല്ലാം തങ്ങൾക്ക് നേടാൻ സാധിക്കുമോ അതുകൊണ്ട് തൃപ്തിപ്പെടാമെന്നുള്ള ഒരു ബോഡി ലാംഗ്വേജ് കൺസീവ് ചെയ്താണ് ഇപ്പോഴും RCയും KCയും നിൽക്കുന്നതെന്ന് വ്യക്തമാണ്. ഷാഫി പറമ്പിൽ എന്ന ഒരു ക്രൗഡ് പുള്ളർ ഉണ്ടല്ലോ UDF-ന്. ഏതൊരു സമയത്തും ഈ രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും വലിയ അക്സെപ്റ്റൻസ് ഉള്ള ഒരാളായി UDF പാറശാല മുതൽ അങ്ങ് കാസർഗോഡ് വരെ ക്യാമ്പയിനിങ്ങിന് ഇറക്കിയ ഷാഫി. ഈ ഷാഫിയൊക്കെയാണല്ലോ കോൺഗ്രസിന്റെ വരുന്ന കാലങ്ങളിലെ നേതാവായി പോലും ആളുകൾ വാഴ്ത്തിക്കൊണ്ട് നടക്കുന്നത്. ഷാഫി പറമ്പിൽ എന്ന രാഷ്ട്രീയക്കാരൻ എന്നൊക്കെ അപകടകരമായ നിശബ്ദത പാലിക്കേണ്ടതുണ്ടോ അതെല്ലാം അദ്ദേഹം പാലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ശക്തമായ നിശബ്ദനായ ഷാഫിയെ നമ്മൾ കണ്ടതാണ്. ഷാഫിക്ക് മുമ്പിൽ മാധ്യമങ്ങൾ പോകുമ്പോ ഒരു വാക്ക് പോലും പറയാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു യുവ നേതാവിനെ നമ്മൾ കണ്ടതാണ്. KC വേണുഗോപാലിനെ പിന്തുണച്ച് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വരുമ്പോൾ അപകടകരമായ നിശബ്ദത, ബോഡി ലാംഗ്വേജ് കൊണ്ടും കൃത്യമായ അഭിപ്രായം പറയാതെ ഇരിക്കുന്നത് കൊണ്ടും എന്താണ് ഉള്ളിലിരിപ്പ് എന്ന് പറയാതെ പറയുകയും ചെയ്ത നേതാവ്, വലത് സൈബറിടങ്ങളിൽ ശക്തമായ അറ്റാക്കിങ്ങിന് വിധേയനായ നേതാവ്, നമ്മൾ നാളേക്കുള്ള ഒരു പ്രോമിസിംഗ് ആയി വലത് രാഷ്ട്രീയത്തിൽ കാണുന്ന ഷാഫി പറമ്പിൽ പോലും നിശബ്ദമായി ഗ്രൂപ്പിസത്തിന്റെ സമുദായ സമവാക്യങ്ങളുടെ സ്വന്തം നേതാവിനെ മാത്രം പിൻപറ്റുന്നതിന്റെ ഒക്കെ കോൺഗ്രസിന്റെ ആ പാരമ്പര്യ സ്വഭാവം കൈയാളുന്നു എന്നുള്ളത് വളരെ അപകടകരമായ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നോക്കൂ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന കോട്ടയത്ത് വന്നിരിക്കുന്ന അധികായനായ നേതാവ് സ്പീക്കർ സ്ഥാനം വേണ്ട, എനിക്ക് മന്ത്രിയാകണം എന്ന് പറഞ്ഞു പാർട്ടിക്ക് മേൽ കയറി നൃത്തമാടുന്നതാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവഞ്ചൂരിനെ ഒതുക്കാൻ, തിരുവഞ്ചൂരിനെ സമവായത്തിൽ എത്തിക്കാൻ വേണ്ടി നേതാക്കൾ വട്ടമിട്ടിറങ്ങിയ തിരുവഞ്ചൂരിന് ചുറ്റും. അങ്ങനെ പാർട്ടിക്ക് റിബലായി മാറുന്ന, പാർട്ടി വെറും നാമമാത്രമായി പോകുന്ന എത്രയെത്ര കാര്യങ്ങൾ. ചെന്നിത്തല എന്ന നേതാവിന് ആഭ്യന്തരം കൊടുക്കാം, ഒരു പ്രശ്നവും അതിൽ വേണ്ട, സമവാക്യങ്ങൾ നമുക്കുണ്ടാക്കാം, ആഭ്യന്തരവും വിജിലൻസും തന്നില്ലേ പോരാ, എനിക്കിനി പക തീർക്കണം, ഞാൻ പറയുന്ന മന്ത്രിമാരെ മുഴുവനും ക്യാബിനറ്റിലേക്ക് കൊണ്ടുവരണം, IC ബാലകൃഷ്ണനെയും അൻവർ സാദത്തിനെയും ഞാൻ പറയുന്ന വകുപ്പുകൾ കൊടുത്ത് മന്ത്രിസഭയിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ കീറാമുട്ടിയായി രമേശ് ചെന്നിത്തല മാറുന്ന രാഷ്ട്രീയ പകലുകളല്ലേ നമ്മൾ കടന്നു പോകുന്നത്. നോക്കൂ നിങ്ങൾ, മാണി C കാപ്പൻ കൊടിവെച്ച കാറിൽ പാലായിലേക്ക് നിങ്ങളുടെ നേതാവ് മാണി C കാപ്പൻ വരും എന്ന് ഞാൻ ഉറപ്പ് തരാമെന്ന് പറഞ്ഞ ആളല്ലേ വി ഡി സതീശൻ. എന്നിട്ട് ഇപ്പൊ എന്തിനാ മാറ്റി പറയുന്നേ എന്ന് തലസ്ഥാന നഗരിയിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ മാണി C കാപ്പൻ ആക്രോശിക്കുകയാ. ഘടകകക്ഷി പോലും കോൺഗ്രസിന് മുകളിൽ, UDF-ന് മുകളിൽ ശക്തമായ രീതിയിൽ, വലിയ രീതിയിൽ പ്രതികൂല സാഹചര്യം ഉണ്ടാക്കുന്നു. ചാണ്ടി ഉമ്മൻ എനിക്ക് ഒരു തരത്തിലുള്ള മന്ത്രിസ്ഥാനവും വേണ്ട എന്ന് പറയുമ്പോഴും ചാണ്ടി ഉമ്മനക്ക് വേണ്ടി ഇപ്പോൾ ക്രൈസ്തവ സഭ വലിയ വടംവലി നടത്തുന്നതും നമ്മൾ കാണുകയാണ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമ്പോ, അതിനു മുമ്പ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോ, മന്ത്രിമാരെ തീരുമാനിക്കുമ്പോ ഒക്കെ കയ്യിലെ കളിപ്പാവ പോലെ പാർട്ടിക്കാർ തോന്നുംപടി എടുത്ത് ഉപയോഗിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ മാറുകയാ. ചിരിച്ചിങ്ങനെ നടക്കാം മുഖ്യമന്ത്രിയായി, പക്ഷെ ഒരധികാരവും ഇല്ലാത്ത മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പില്ലാത്ത മുഖ്യമന്ത്രി, ഒന്നും ചെയ്യാൻ കഴിയാത്ത മുഖ്യമന്ത്രി. എന്ത് പറഞ്ഞാലും KCയും RCയും 6ഉം 4ഉം 12 കോൺഗ്രസ് മന്ത്രിമാരിൽ 10 പേർ RCയുടെയും KCയുടെയും പക്ഷക്കാരാ. ഘടകകക്ഷികൾ മുഴുവനും മുറുമുറുപ്പോടെയായിരിക്കുന്നേ. അങ്ങനെ ഒരു ബലവുമില്ലാതെ, ഒരു സപ്പോർട്ടും ഇല്ലാതെ
16-ാം നിയമസഭയുടെ നിയമസഭാ കക്ഷി നേതാവായി വരുന്നു വി ഡി സതീശൻ.